വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ആൻഡ് ഇന്ന് ഡേ 10 ഓഫ് 30 ഡേയ്സ് ഷുഗർ കട്ട് ചാലഞ്ച്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അതായത് ഞാനും എൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവും കൂടെ ചായ കുടിക്കാനായിട്ട് കടയിൽ പോയി. അങ്ങനെ 2 ചായ പറഞ്ഞു. സാധാരണ പറഞ്ഞ പോലെ തന്നെ 2 ചായ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ചായ എടുത്ത് അവനൊരു ചായ എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ചായക്ക് ഭയങ്കര മധുരം. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. നേരം 10 മണിയായി, അവൻ ഇതുവരെ എണീച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിളി കേട്ടത്. സത്യം പറഞ്ഞാൽ അത് ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു. സംഭവം എനിക്ക് ഇന്നും ഒരു പിടിയില്ല എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത്രയധികം ഇതായി കിടക്കണ സംഭവം ഞാൻ ഇപ്പോഴാണ് അറിയണത്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ അത് സ്വപ്നത്തിൽ വരെ വന്ന്. കാരണം ഞങ്ങൾ ഇടയ്ക്കിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ചായ കുടിക്കാൻ പോണ കാര്യം ഞാൻ ഇതുവരെ സ്വപ്നം കണ്ടില്ല. പക്ഷേ ഷുഗർ കട്ട് ചലഞ്ച് തുടങ്ങിയതിന് ശേഷം കണ്ടൊരു സ്വപ്നമാണ് ഞാൻ ഇപ്പം ഈ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ചുക്ക് കാപ്പി കുടിക്കാനായിട്ട് ശർക്കര എടുത്തായിരുന്നു. ശർക്കര ഇട്ടിട്ട് ഞാൻ ചുക്ക് കാപ്പി കുടിച്ച് വെച്ചിട്ടാ ഇവിടെ തന്നെ ഒന്നിച്ചാണ് ഉണ്ടാക്കി ചുക്ക് കാപ്പിയായിരുന്നു. പക്ഷേ ഈ ഒരു 10 ദിവസം കൊണ്ട് എനിക്ക് എന്ത് ഡിഫറൻസ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഇന്ത്യയിൽ കുറച്ചും കൂടെ ഡിഫറൻസ് വന്ന പോലെ തോന്നുന്നുണ്ട്. ദാറ്റ് മീൻസ് അതായത് എനിക്ക് ഇടയ്ക്കിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസ്റ്റ് പെയിനൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതൊക്കെ കുറേയൊക്കെ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി വെയിറ്റ് കൂടിയിട്ട് അടിക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞെങ്കിലേ ഇതൊക്കെ ഷുഗർ കട്ട് ചെയ്താൽ വരുമെന്നല്ല പറയുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് ഞാൻ തന്നെ പറഞ്ഞ് പുഷ് ചെയ്യിപ്പിച്ച് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത സമയത്ത് എനിക്ക് ഇതൊന്നും പറ്റാറില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കുറച്ച് ഡിഫറൻസുകൾ. പിന്നെ വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസുകളൊന്നുമില്ല. പക്ഷേ ഇതൊരു പ്രത്യേകതരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കഴിക്കാണ്ടിരിക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിട്ട് ലൈസ് കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ബിസ്ക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരും. നമ്മൾ മുമ്പിൽ കൊണ്ടുവന്ന് സാധനം വെക്കുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആണ്. പക്ഷേ ഇത് എടുക്കുമ്പോൾ ഒരു പ്രത്യേകം നമ്മളിത് തൊടാൻ പാടില്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു ചലഞ്ചിൻ്റെ എടുത്തിരിക്കുകയാണെന്നുള്ളൊരു തോട്ടിൽ നമ്മളിത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കഴിക്കാതിരിക്കാനുള്ളൊരു കൺട്രോൾ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കഴിക്കാതിരിക്കാനുള്ളൊരു കൺട്രോൾ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. സോ നമുക്ക് എന്താ അടുത്ത വീഡിയോ കാണാം. അതുവരെയൊക്കെ മിറ്റ്സ് മീ അതിനാൽ ആൻഡ് ബൈ.